Hi friends, Yasser Garthur, Automine Garage, ABCD and MLP. നമ്മുടെ ഗാരേജിനകത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഏതർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് മാറാൻ വേണ്ടി വന്നതാണ്. ബെൽറ്റ് മറ്റേ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഒരു എൻ്റെ കയ്യിൽ തന്നെയാണ് ഇത് വണ്ടി സർവീസിന് കൊണ്ടുവരല്. പിന്നെ അപ്പോൾ ബെൽറ്റ് ഒരുപാട് അവർ സൈൽസിനൊക്കെ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ബെൽറ്റ് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ആദ്യം ഈ ഒരു ഗ്രില്ല് അയച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ, ഈ ഒരു പീസും അയച്ചെടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ടോപ്പ് വരുന്നുണ്ട്. ഇത് ഷിങ്ങാമിൻ്റെ ഒരു ആക്സിൽ വരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ അയച്ചെടുക്കണം. അതുപോലെ ഈ ഭാഗം അയച്ചെടുക്കണം, ഈ ഭാഗം അയച്ചെടുക്കണം. ഈ ഭാഗം അയച്ചിട്ട് അപ്പുറത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ആക്സിൽ വരുന്നുണ്ട്, എല്ലാ വണ്ടിക്കും വരുന്ന പോലെ. അതൊന്ന് അയച്ചെടുത്തിട്ട് ചെയ്യാം. ഈ ഭാഗം അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനൊരു ഒരേ ഷേപ്പല്ല. ഇതിനൊരു ഈ മുകൾ ഭാഗത്തൊരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തോണി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അതുകൊണ്ട് പോരും. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗം താഴത്ത് ആയിട്ട് ആദ്യം ഫിറ്റ് ചെയ്തിട്ട്, ആദ്യം താഴെ ഭാഗം ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കൊടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ആക്സിൽ, സെൻട്രൽ ആക്സിൽ അയക്കാനുണ്ട്. ആക്സിൽ അയക്കാൻ വേണ്ടിയിട്ട് 19 നെറ്റാണുള്ളത്. ആ 19 നെറ്റ് വെച്ചിട്ട് അയക്കാം. ഈ ഭാഗത്തും ഇതുപോലെ ഒരു കവറുണ്ട്. അത് ഇവിടെ മിസ്സായിട്ടുണ്ട്, അത് കാണാനില്ല. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ ആ ഭാഗത്ത്, ആ സമയത്ത് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ഉണ്ട്, ആക്സിൽ നെറ്റ് ഉണ്ട്, അയക്കാം. 19 വരുന്നത്. അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആക്സിൽ നെറ്റാണ്. പിന്നെ ആക്സിൽ ഇത്രയും നീളം വരുന്നുണ്ട്. ഈ ആക്സിൽ ഊരിന് ശേഷം ഇതിലേക്ക് ഇവിടെ ഇതിനുള്ളിലായി ഒരു ഇതാണ്, ഒരു ബുഷ് ഉണ്ട്. ആ ബുഷ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനുള്ള അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണം. ഇത്രയും ഇത് വരുന്നു, 14 സൈസാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടില്ലെങ്കിൽ ആക്സിലിൻ്റെ ഒക്കെ വീൽ ആക്സിലിൻ്റെ ഇതേ ഭാഗം ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ഇത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, സംഭവം വെച്ചാൽ ഇത് ത്രെഡ് ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. അപ്പോൾ സാധാ ലെഫ്റ്റിലേക്കാണ് അയക്കാറ്, ഇത് റൈറ്റിലേക്കാണ് അയക്കേണ്ടത്. അതിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ണിടുക, അയച്ചെടുക്കുക. ഇത് റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് എന്ത് ചെയ്യണം, പരമാവധി കുറക്കണം. എന്നിട്ട് നമുക്ക് പഴയ ബെൽറ്റ് കൊണ്ട് അയച്ചെടുക്കാം. കണ്ടില്ലേ, പഴയ ബെൽറ്റിന് ഒരു അവസ്ഥ നോക്ക്. ഒരു ഡെയിലി നല്ല യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓവർടൈറ്റ് ചെയ്യുന്ന ഒരു ഇതുവരെ ഓടിയുന്നത്, അതുകൊണ്ട് ഇവിടെ കഥ പൊട്ടാറായിട്ടുണ്ട്. ശേഷം അടുത്ത് തന്നെ പൊട്ടും. ഇതാണ് ഇതിൻ്റെ പുതിയ ബെൽറ്റ്. ഏതറിൻ്റെ ബെൽറ്റ് തന്നെയാണ്. ഗേഴ്സാണ് ഇതിൽ അവർ സപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ തീത്തും കൊണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിൽ നമുക്ക് ആ ബെൽറ്റ് ഒന്ന് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അധികം ഇതൊന്നുമില്ല, നമുക്ക് ബെൽറ്റ് ഒന്ന് ഇതിലേക്ക് കയറ്റുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡായി കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിലേക്ക് കയറും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒന്ന് പൊക്കി കൊടുക്കുക. ഇവിടെ മതി കയറ്റി കൊടുത്തിട്ട് ചെയ്യുക, ഇതിലേക്ക് കടക്കും. അപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളുള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വീലൊന്നും അയക്കാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബെൽറ്റ് പുറത്തുനിന്ന് മാറ്റാം എന്നുള്ളൊരിതാണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള ഫിറ്റിങ്സ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓട്ടോമൈൻഡ് ഗാരേജ്, യാസർ കാരത്തൂർ, IABCD IMLP. താങ്ക് യു.